പാലക്കാട് അട്ടപ്പാടി കണ്ടിയൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡ് സ്വദേശി രവിയാണ് മരിച്ചത്. തല അറുത്തുമാറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ പ്രതിയെ ഇതിനകം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയായ അസം സ്വദേശി നൂറുൽ ഇസ്ലാം 45 വയസ്സ് എന്നാണ് പോലീസ് പറയുന്നത്. കുറച്ച് ദിവസമായി മാത്രമേ ഉള്ളൂ ഈ നൂറുൽ ഇസ്ലാം ഈ അട്ടപ്പാടിയിലെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളൂ. ഇവിടെ ഒരു ആട് മേയ്ക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഒരു ആട് ഫാമിൽ ജോലി ചെയ്യുകയാണ്. നിരവധി ആടുകളുണ്ട്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. ഇയാളെയും അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യയെയും ഈ സംഭവത്തിന് ശേഷം കാണാനില്ല, ഒളിവിലാണ് എന്നാണ് അഗളി പോലീസ് ഇതിനകം നൽകുന്ന വിവരം. എന്തായാലും കഴുത്തറുത്ത നിലയിൽ, അതായത് രൂക്ഷമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. ബ്രൂട്ടൽ മർഡർ എന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ രവിക്ക് 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ രണ്ടുപേരും ഇപ്പോൾ വനത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്നും ഭയപ്പെടുന്നുണ്ട്. എന്തായാലും വനാതിർത്തിയിലോട് ചേർന്ന പ്രദേശമായതിനാൽ തന്നെ വനത്തിലേക്ക് ഈ രണ്ട് പ്രതികളും രക്ഷപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് വനംവകുപ്പിന്റെ സഹായത്തോടു കൂടിയുള്ള ഒരു പരിശോധന ആ മേഖലയിൽ നടക്കുന്നുണ്ട്. നമ്മൾ അല്പസമയത്തിന് മുമ്പ് ചില പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ പ്രതികൾ പിടിയിലാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണ് കൊലപാതക കാരണമെന്നതിനെ കുറിച്ചുള്ള വിവരം പ്രതികൾ പിടിയിലായാൽ മാത്രമേ മനസ്സിലാക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ അഗളിയിലെ ആശുപത്രിയിലേക്ക്, കോട്ടത്തറ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.